ശിവനാമം ഉരുവിടേണ്ട ഈ ശിവരാത്രി നാളിൽ വിധിദോഷം ചൊല്ലി വിലപിക്കേണ്ട അവസ്ഥയിലായല്ലോ ഭഗവാനെ നമ്മൾ. കുട്ടികളെ, നിങ്ങൾ മടങ്ങിപ്പോകൂ. ഇല്ല, ഞങ്ങൾ മടങ്ങി പോവില്ല. ഞങ്ങളുടെ ജീവാത്മാവും പരമാത്മാവും ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല. പൊയ്ക്കോളൂ കുഞ്ഞുങ്ങളെ. ആശ്രമത്തിൽ ചെന്ന് ഇടമുറിയാതെ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊള്ളൂ. എല്ലാത്തിനും പരിഹാരം ഭഗവാൻ തന്നെ കണ്ടെത്തും. ഇല്ല, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. അങ്ങ് ഇവിടെ ഈ തടവറയിൽ കിടക്കുമ്പോൾ ആശ്രമത്തിലിരുന്നാൽ ഞങ്ങൾക്ക് ഏകാഗ്രത ലഭിക്കില്ല. ഈ രാത്രി ശിവരാത്രി പൂജയുടെ പുണ്യം നേടാൻ ശിവഭഗവാന് കണ്ണുനീർ കൊണ്ട് ധാരയൊഴുക്കി ശിവമന്ത്രങ്ങൾ ഉരുവിട്ട് അങ്ങയോടൊപ്പം ഞങ്ങളും ഇവിടെ ഇരുന്ന് ഭജിച്ചോളാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഹരായ നമഃ, ഓം അജായ നമഃ, ഓം ആശീർവാദായ നമഃ, ഓം ദേവായ നമഃ, ഓം മഹാദേവായ നമഃ, ഓം വ്യയായ നമഃ, ഓം അവ്യക്തായ നമഃ, ഓം താരകായ നമഃ, ഓം ശങ്കരായ നമഃ. ഓം ശങ്കരായ നമഃ, ഓം ശൂലപാണയേ നമഃ. ഓം ശൂലപാണയേ നമഃ, ഓം ഖഡ്വാംഗിനേ നമഃ. ഓം ഗഡ്വാംഗിനേ നമഃ, ഓം വിഷ്ണുവല്ലഭായ നമഃ. ഓം വിഷ്ണുവല്ലഭായ നമഃ, ഓം ശിവവിഷ്ടായ നമഃ. ഓം ശിവവിഷ്ടായ നമഃ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭൂഷണായ നമഃ, ഓം ഭർഗായ നമഃ, ഓം ഗിരിധന്വിനേ നമഃ, ഓം ഗിരിപ്രിയായ നമഃ, ഓം കീർത്തിവാസസേ നമഃ, ഓം പുരാണാതയേ നമഃ, ഗംഗാധരായ നമഃ, ഓം ലലാടാക്ഷായ നമഃ. ഓം കാലകാലായ നമഃ. ഓം ശിവാഗ്നിധയേ നമഃ, ഓം ശിവപ്രിയായ നമഃ, ഓം ഉഗ്രായ നമഃ, ഓം വിഷ്ണുവല്ലഭായ നമഃ,
ഓം അംബികാനാഥായ നമഃ. ഓം ഭവായ നമഃ. ഓം വാമദേവായ നമഃ. ഓം വിരൂപ ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സത്യപൂർണ, നിങ്ങൾക്ക് ഒരവസരം കൂടി നാം നൽകാം. ശൈവ പൂജകളും ശിവപഞ്ചാക്ഷരിയും ഉപേക്ഷിച്ച് നാരായണ മന്ത്രം ജപിച്ച് വിഷ്ണു പൂജ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അസാധ്യമായത് കൽപ്പിക്കരുത് തിരുമനസേ. ഗുരുപരമ്പരയാലും പാരമ്പര്യത്താലും ശൈവനായ എന്റെ നാവിൽ നാരായണ മന്ത്രം എങ്ങനെ വരാനാണ്? ശീലിച്ചതല്ലേ പാലിക്കാനാവൂ. എങ്കിൽ ഈ സാഗരത്തിന്റെ അടിത്തട്ടിൽ ഈ ശിവലിംഗത്തോടൊപ്പം നിങ്ങളെയും കെട്ടിത്താഴ്ത്തും. ഈ സാഗരത്തിന്റെ അടിത്തട്ടിൽ ഈ ശിവലിംഗത്തോടൊപ്പം നിങ്ങളെയും കെട്ടിത്താഴ്ത്തും. ജനിച്ചാൽ ഒരിക്കൽ മരിച്ചല്ലേ തീരൂ. ഇതാണ് വിധിയെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റൂ. മഹാദേവന്റെ ഇച്ഛ എന്താണോ അത് നടക്കട്ടെ. മുങ്ങിച്ചാവാൻ പോകുമ്പോഴും അഹങ്കാരത്തിന് കുറവില്ല. ഇനി അമാന്തിച്ചിട്ട് കാര്യമില്ല തിരുമനസേ. അങ്ങയുടെ വിധി നടപ്പിലാക്കാൻ ഉത്തരവിട്ടാലും ഇവനെ കൊണ്ടുപോയി കടലിൽ താഴ്ത്തു. ചുടലഭസ്മം പൂശി ഭൂതഗണങ്ങൾക്കൊപ്പം നടക്കുന്ന ദൈവത്തിന്റെ ചരിത്രം ഇനി ഈ രാജ്യത്തുണ്ടാവാൻ പാടില്ല. ശൈവക്ഷേത്രങ്ങളും ശൈവ പുരാണ ഗ്രന്ഥങ്ങളും നശിപ്പിച്ചു കളയണം. പോകൂ. നമ്മെ വിടൂ. നമ്മുടെ പിതാവിനെ ഒന്നും ചെയ്യല്ലേ. മഹാരാജൻ, നമ്മുടെ പിതാവിനെ ഒന്നും ചെയ്യല്ലേ. സത്യപൂർണന്റെ ഇനിയുള്ള ജപമെല്ലാം സാഗരത്തിന്റെ അടിത്തട്ടിലാവട്ടെ. മന്ത്രി, നമുക്ക് മടങ്ങാം. ഉത്തരവ് പോലെ.
വെറുതെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. അയാളിപ്പോ യമലോകത്ത് എത്തിയിട്ടുണ്ടാവും. അയാൾ ഇനി രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. ഭഗവാനെ ധർമ്മശാസ്താവേ, ഹരിയും ഹരനും ചേർന്നവനല്ലേ അങ്ങ്? രാജാവിന്റെ മൂഢധാരണ എന്തേ അങ്ങ് മാറ്റാത്തത്? എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഈശ്വരവചനം എങ്ങനെയാണ് തെറ്റാകുന്നത്? ഞങ്ങളുടെ പിതാവിനെ രക്ഷിക്കാൻ അങ്ങക്ക് മാത്രമേ സാധിക്കൂ. അടിയങ്ങളോട് കനിയണമേ. അധർമ്മം കണ്ടുകൊണ്ട് മൗനിയായിരിക്കാൻ അങ്ങേക്ക് സാധിക്കുമോ? ഇനി എന്തിനാണ് ഞങ്ങൾ ജീവിക്കുന്നത്? ഈശ്വരനാമം ജപിക്കുന്നത് തെറ്റാണെങ്കിൽ മനുഷ്യജന്മം തന്നെ എന്തിനാണ്? ഞങ്ങളുടെ പിതാവിനെ എറിഞ്ഞ ഈ സാഗരത്തിൽ തന്നെ ഞങ്ങളുടെ ജന്മവും അവസാനിക്കട്ടെ. വാ കമലേ. അരുത് കുട്ടികളെ, അരുത്, അരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവിനെ കാണണം. ഞങ്ങളെ വിടൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവിന്റെ അടുത്തേക്ക് പോകണം. അരുത്, അങ്ങനെ ചെയ്യരുത്. ഇല്ല, ഞങ്ങൾക്ക് പോകണം. എന്ത് വിഡ്ഢിത്തമാണ് ഉപേന്ദ്ര പെരുമാൾ ചെയ്യുന്നത്? ശിവലിംഗത്തോടൊപ്പം ഒരു താപസനെ സമുദ്രത്തിൽ ആഴ്ത്തുകയോ? ബാലകനായ മാർക്കണ്ഡേയനെ കാലപാശത്താൽ ശിവലിംഗത്തിൽ ബന്ധിച്ചതിന് യമദേവൻ പോലും ഭസ്മീകരിക്കപ്പെട്ടത് ഉപേന്ദ്രൻ മറന്നുപോയോ? വൈകുണ്ഠനാഥ, ഉപേന്ദ്രൻ ഭക്തിയാൽ അന്ധനാണ്, അധികാരത്താൽ ഗർവിഷ്ഠനുമാണ്. അങ്ങയുടെ ഭക്തനായതുകൊണ്ടും നിഷ്ഠയിൽ അചഞ്ചലനായതുകൊണ്ടുമാണ് ഉപേന്ദ്രൻ ഇപ്പോഴും ജീവൻ നഷ്ടമാകാതിരിക്കുന്നത്. ഉപേന്ദ്രന്റെ അധികാരഗർവ് നശിപ്പിച്ച് സനാതന സത്യം ബോധ്യപ്പെടുത്തുവാനുള്ള സമയം ആഗതമായിരിക്കുന്നു മഹാദേവ. അതിനുചിതമായതെന്താണെന്ന് അങ്ങ് തന്നെ തീരുമാനിച്ചാലും. ശൈവ വൈഷ്ണവ തർക്കത്താൽ ജനങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് മരിക്കാതിരിക്കാൻ എല്ലാ ഈശ്വരന്മാരും ഒരേ പരമാത്മാവിൻ്റെ സ്വരൂപങ്ങളാണെന്ന സനാതന സത്യം ലോകത്തെ ബോധ്യപ്പെടുത്താനുമാണ് ഇങ്ങനെയൊരു സന്ദർഭം സംജാതമായിരിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും ഉചിതമായത് ശൈവ വൈഷ്ണവ ചൈതന്യത്തിൻ്റെ സങ്കലനമൂർത്തിയായ സാക്ഷാൽ ശ്രീധർമ്മശാസ്താവ് തന്നെയാണ്. പോകരുത്, ദയവായി കേൾക്കൂ, നിങ്ങൾ പോകരുത്. ഞങ്ങളെ വിടൂ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളുടെ പിതാവിന് ഒരാപത്തും സംഭവിക്കില്ല. ഈ അലയാഴിയുടെ എത്ര അഗാധമായ അടിത്തട്ടിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ പിതാവിനെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവരും. നിങ്ങൾ സമാധാനമായിരിക്കൂ. ഹേ, നിങ്ങൾക്കെന്താ ബുദ്ധി മരവിച്ചു പോയോ? അതോ ബദിരനാണോ? ഇത് രാജകൽപ്പനയാണ്. രാജകൽപ്പനയെ ലംഘിച്ച് സത്യപൂർണ്ണ മഹർഷിയെ രക്ഷിച്ച ശിരച്ഛേദമാവും ഫലം. ബദിരരും മൂകരും നിങ്ങളാണ്. അതാണ് നമ്മുടെ ഈ തലമുറയുടെ ശാപം. കണ്ടിട്ടും കേട്ടിട്ടും പ്രതികരിക്കാത്ത നിഷ്ക്രിയത്വം. സത്യപൂർണനെ നാം രക്ഷിക്കും. അതിന് മഹാരാജാവ് ശിരച്ഛേദമാണ് വിധിക്കുന്നതെങ്കിൽ അത് ഈ ഉള്ളവൻ സ്വീകരിക്കും. കുഞ്ഞുങ്ങളെ, കണ്ണീർ തുടയ്ക്കുക.
നിങ്ങളുടെ പിതാവിനെ ഞാൻ കൊണ്ടുവരും. ദേവചൈതന്യത്തിന് ശോഷണം സംഭവിക്കുമ്പോഴാണ് പ്രാണന്റെ പ്രഭ മങ്ങുന്നത്. പ്രാണൻ തന്നെയാണ് ഈശ്വരൻ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസൻ